മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം. താനൂർ പുത്തൻതെരുവിൽ വൻ സ്പിരിറ്റ് വേട്ട. മൈദച്ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 10,000-ഓളം ലിറ്റർ വരുന്ന സ്പിരിറ്റ് ശേഖരം എക്സൈസ് സംഘം പിന്തുടർന്ന് പിടികൂടി. മലപ്പുറം എക്സൈസ് സംഘവും തിരൂർ സർക്കിൾ എക്സൈസ് സംഘവും കമ്മീഷണറുടെ സ്പെഷ്യൽ ടീമും ഏറെ ദൂരം പിന്തുടർന്ന് അതിസാഹസികമായാണ് വാഹനം പിടികൂടിയത്. മലപ്പുറം എക്സൈസ് ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവ് ദിവസം തന്നെയാണ് വൻ സ്പിരിറ്റ് ശേഖരം പിടികൂടിയത്. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PK ജയരാജ് പറഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്ന സജീവ്, മനോജ് എന്നിവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വൈകിട്ട് 7 മണിയോടെയാണ് താനൂർ പുത്തൻതെരുവിൽ വെച്ച മൈദച്ചാക്കുകളിൽ മറച്ച് ലോറിയിൽ കടത്താൻ ശ്രമിച്ച വൻ സ്പിരിറ്റ് ശേഖരം പിടികൂടിയത്. ദേവദാർ മേൽപ്പാലം ഇറങ്ങിയ ഉടൻ വാഹനം പിന്തുടർന്നെത്തിയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഗോവയിൽ നിന്നും തൃശൂരിലേക്ക് കടത്താൻ ശ്രമിച്ച സ്പിരിറ്റ് ശേഖരമാണ് മലപ്പുറം എക്സൈസ് സ്ക്വാഡും കമ്മീഷണർ സ്ക്വാഡും തിരൂർ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘവും ചേർന്ന് പിടികൂടിയത്. $35 ലിറ്ററിന്റെ 300-ലധികം ക്യാനുകളിലാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. മലപ്പുറം എക്സൈസ് ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവ് ദിവസം തന്നെയാണ് വൻ സ്പിരിറ്റ് ശേഖരം പിടികൂടിയത്. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PK ജയരാജ് പറഞ്ഞു. തീർച്ചയായിട്ടും ഇത് 300 കന്നാസ്, ഏകദേശം 10,000 ലിറ്റർ സ്പിരിറ്റ് മലപ്പുറം എക്സൈസ് നിലയിലാണ്. കഴിഞ്ഞ മാസം തന്നെ 5 കേസുകൾ 18 കിലോ 10 കിലോ തുടങ്ങിയിട്ടുള്ള എല്ലാം നമ്മളൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ ഫെസിലിറ്റിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ വളരെ നല്ല സീഷേഴ്സ് നടത്തുകയാണ്. ഈ സ്പിരിറ്റൊക്കെ പക്ഷേ രഹസ്യത്തിലൊക്കെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഇതൊക്കെ പരസ്യമായിട്ട് ലോറിയിലൊക്കെ വരുമ്പോൾ അല്ല, അത് കാരണം അതൊരു തന്ത്രം. ധാരാളം ലോഡ് വണ്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ ഒരു നോർമൽ ലഗേജിന്റെ രീതിയിൽ അതെ പാക്ക് ചെയ്തിട്ട് അതിന്റെ പുറത്ത് വശമാണ് ഇത്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, സൈഡ് നല്ല ഉയർന്നുള്ളതാണ്. അതിന്റെ പുറത്ത് സൈഡിൽ ഈ ചാക്ക് വെച്ച് കെട്ടിയിട്ട് ടാർപോളിൻ വെച്ച് കെട്ടുമ്പോൾ സാധാ മറ്റ് ലോഡുകളോ പച്ചക്കറിയോ അല്ലെങ്കിൽ മറ്റ് ഏത് സാധനവും ലോഡ് പോകുന്ന കണക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് മുതലെടുത്തിട്ടാണ് ഇവരിത് വളരെ രീതിയിൽ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് കളക്ട് ചെയ്ത് അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കൂടുതൽ പ്രതികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്ക്. കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇതിനൊരു എസ്കോർട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ നിരീക്ഷണത്തിലാണ്. തീർച്ചയായിട്ടും അതിലേക്ക് എത്തും. എന്താണ് ഡിപ്പാർട്ട്മെന്റ് വളരെ അഭിനന്ദനങ്ങൾ. മലപ്പുറത്തിന്റെ അഭിനന്ദനങ്ങൾ തിരൂർ സാറാ. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വളരെ റിസ്ക് എടുത്തിട്ടുണ്ട്. സാറ് സംസാരത്തിൽ നിന്ന് മനസ്സിലായി വളരെ റിസ്ക് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പരാമർശിക്കേണ്ടി വരും. അവർക്ക് റിപ്പോർട്ടറിന് മാത്രം കിട്ടിയിട്ടുള്ളൂ. മലപ്പുറം സ്ക്വാഡിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ N. നൌഫൽ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രകാശ് P, ആശിഷ് ഇക്ബാൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ നൌഫൽ, മുഹമ്മദ് അലി, സെബീർ, വിനീത്, അലക്സ്, സൈഫുദ്ദീൻ, അനീസ് ബാബു, മുസ്തഫ, ധന്യ, നിസാർ, തിരൂർ സർക്കിൾ എക്സൈസ് ഇൻസ്പെക്ടർ S. സാദിഖ്, SI KM ബാബുരാജ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റിബീഷ്, അരുൺരാജ്, ജയകൃഷ്ണൻ, വിഷ്ണു M, അഭിലാഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്പിരിറ്റ് ശേഖരം പിടികൂടിയത്.